ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാങ്കി എയർപോർട്ടിലെ ഡിജിറ്റൽ വാട്ടർഫോളാണ് ഈ കാണുന്നത്. നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി നിൽക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടും. അതേ സൗണ്ട് എഫക്റ്റും അതുപോലെ തന്നെ LED ഡിസ്പ്ലേ ഒരു കർവ് ഷേപ്പ് ആയതുകൊണ്ട് 3D എഫക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഫ്ലോറിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമ്മുടെ മേത്തോട്ട് വെള്ളം ചാടുന്ന ഫീല് നമുക്ക് ശരിക്കും കിട്ടും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എയർപോർട്ടിൽ ദ മാജിക് ഓഫ് അവഞ്ചേഴ്സ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നവംബർ 5 മുതൽ ജാനുവരി 5 വരെ ഡിസ്നി ക്യാരക്ടേഴ്സായ മിക്കി മൗസ്, എൽസ, സ്നോ വൈറ്റ്സ് അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ഡിസ്പ്ലേസ് ഉണ്ടായിരുന്നു. ബട്ടർഫ്ലൈ ഗാർഡൻ കാണാൻ വേണ്ടി ടെർമിനൽ 3 പോയതായിരുന്നു. പക്ഷേ അത് അറൈവൽസിന് മാത്രം അതിൻ്റെ കറക്റ്റ് ഫോർമാലിറ്റീസ് എന്താണെന്ന് അറിയില്ല, നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത ഡിസ്പ്ലേ കാര്യങ്ങളാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മിക്കി മൗസിൻ്റെയൊക്കെ കുറേ ചെറിയ ചെറിയ സോഫ്റ്റ് ടോയ്സ് ഉണ്ടായിരുന്നു. മാജിക് ഓഫ് അവഞ്ചേഴ്സ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഡിസ്നി ക്യാരക്ടേഴ്സ് എയർപോർട്ടിൽ കുറേ സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ടെർമിനൽ 3 നിന്ന് ടെർമിനൽ 1 പോകാൻ വേണ്ടി ഓരോ 5 മിനിറ്റ്സ് ഗ്യാപ്പിൽ നമുക്ക് സ്കൈ മെട്രോസ് അവൈലബിൾ ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന മെട്രോ ആണ്. നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് സീറ്റ്സ് അധികം ഇല്ല. നമുക്കിത് ടെർമിനൽ 1 ആണ് ഈ കാണുന്ന റൗണ്ട് ഷേപ്പിലുള്ള ബിൽഡിങ്. ടെർമിനൽ 1 ആണ്. അവിടെയാണ് നമ്മുടെ ഈ റെയിൻ വോർട്ടെക്സ് വാട്ടർഫാൾ വരുന്നത്. നമുക്ക് മെട്രോയിലൂടെ അല്ലാതെ നടന്നു പോകാനും സാധിക്കും. പക്ഷേ നല്ല ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ മെട്രോ ആണ് ചൂസ് ചെയ്തത്. സ്കൈ ട്രെയിനിൽ നിന്ന് നോക്കുമ്പോൾ റെയിൻ വോർട്ടെക്സ് നമുക്ക് മേളിൽ നിന്നുള്ള വ്യൂ കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടും. മേളിൽ നിന്ന് വെള്ളം ഒലിച്ച് താഴത്തേക്ക് ചാടുന്ന നല്ല രസമായിട്ടാണിത് കാണുന്നത്. സിംഗപ്പൂർ എയർപോർട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ആരും ഇത് മിസ് ചെയ്യരുത്. നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. നമുക്ക് ബോത്ത് സ്കൈ ട്രെയിനിലെ വ്യൂവും അതുപോലെ തന്നെ ഡയറക്റ്റ് വ്യൂവും ഒരിക്കലും മിസ് ചെയ്യരുത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൊരു വ്യൂ ആണ്. ഇവിടെ മിക്കി മൗസിൻ്റെ ഇത് ക്രിസ്മസ് ആയതുകൊണ്ട് കുറേ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നമുക്കിത് ക്രിസ്മസ് ട്രീ കാണാൻ സാധിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാവില്ല. മൊത്തം ഗ്രീനറിയാണ്. ഇഷ്ടംപോലെ ഗാർഡനൊക്കെ നല്ല രസത്തിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മരവും ആയാലും എല്ലാം ഉണ്ട്. ഇത് ദ മാജിക് ഓഫ് അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റെയിൻ വോർട്ടെക്സിൻ്റെ എൻട്രി വരുന്നത്. എൻ്റെ വൺ ഓഫ് ദ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്പോട്ടാണ്. അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇത് കാണാൻ. സിംഗപ്പൂർ എയർപോർട്ടിൽ എന്തെങ്കിലും വരണം ഇത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. 40 അടി ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം ചാടുന്നത്. ഇതുവർ മഴവെള്ളം ശേഖരിച്ച് അത് റീയൂസ് ചെയ്തിട്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേണ്ടി യൂസ് ചെയ്യണത്. ഫുള്ളും ഗ്രീനറിയാണ്. ഇതിന് ചുറ്റും മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളൊരു എയർപോർട്ടിൻ്റെ ഉള്ളിലാണെന്ന് നമുക്കൊട്ടും തോന്നില്ല. അത്ര സെറ്റപ്പായിട്ടത് ചെയ്തത്. വെള്ളം ചാടുന്നതിൻ്റെ നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ സ്പ്രേ ചെയ്യും. ഇത്ര ഹൈറ്റിൽ നിന്ന് ചാടുക കാരണം നമുക്ക് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മേത്തോട്ട് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യും. ഇതിൻ്റെ ചുറ്റും ഇതുപോലെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചെറിയ ചെറിയ വാട്ടർഫാൾ അത് ഏറ്റവും അടിയിൽ വന്ന് ഇവിടെ വന്ന് എൻഡ് ചെയ്യില്ല. പുല്ല് മൊത്തം നല്ല തണുപ്പായിരുന്നു. നമുക്ക് വെള്ളം ചാടുന്നതുകൊണ്ടൊക്കെ നല്ല തണുപ്പായിരുന്നു. ഇതിൻ്റെ വേറൊരു എൻഡിൽ മിക്കി മൗസിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടും ഫോട്ടോ എടുത്ത്. ടെർമിനൽ 3 കൈനറ്റിക് റെയിൻസ് ആണ് ഈ കാണുന്നത്. ഏതാണ്ട് 1000 മെറ്റൽ റെയിൻ ഡ്രോപ്സ് കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിട്ട് ഇത് വേവ്സും പല പല ഷേപ്സിലും ആവുന്നുണ്ട്. കണ്ടിരിക്കാൻ നല്ല രസമാണ്. എയർപോർട്ടിൽ കുറേ കാര്യങ്ങൾ ഇനിയും കാണാനുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കാണാനുള്ള സമയം തികഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ചാങ്കി ആപ്പ് യൂസ് ചെയ്തായിരുന്നു. ആപ്പിൽ എയർപോർട്ടിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണുള്ളത്, അത് ഏതൊക്കെ ടെർമിനലാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആപ്പ് യൂസ് ചെയ്യുമ്പോൾ. ഡയറക്ഷൻ കിട്ടില്ല, എവിടേക്കാണെന്ന് മാത്രമാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇമ്പ്രൂവ് ചെയ്യേണ്ടതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.